ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ രാവിലെ തന്നെ എങ്ങോട്ടാണ് ഈ നടക്കുന്നത് എന്നല്ലേ? മര്യാദയ്ക്ക് കൂട്ടി കിടന്നുറങ്ങുന്ന ഞാനാ. ഇവൾ എന്നില്ലാത്ത പുതിയ പുതിയ ചടങ്ങുകളൊക്കെ തുടങ്ങി ഗൈസ്. മൂട്ടിൽ വെയിലുദിച്ച എണീക്കുന്ന ഇവള് ഇന്ന് രാവിലെ 9 മണിയായപ്പോൾ തന്നെ എണീച്ചു ഗൈസ്. അത് തന്നെ എനിക്ക് അത്ഭുതമാണ്. എന്നിട്ട് രാവിലെ തന്നെ എനിക്ക് ഫുഡൊക്കെ തന്നെ എന്നെ കളിക്കാനൊക്കെ വിട്ടു ഗൈസ്. അല്ലെങ്കിൽ ഇവൾ എന്നെ അങ്ങനെ വിടാറില്ല. കൂട്ടിലിട്ട് കൊഞ്ചിക്കും, ലുന 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 എന്നൊക്കെ വിളിച്ചിട്ട്. ഇപ്പതാ പുറത്തൊക്കെ കൊണ്ടിട്ട് എന്റെ സാധനമൊക്കെ കാണിച്ച് എന്നെ കളിപ്പിക്കുന്നുണ്ട് ഗൈസ്. നോക്കമ്മേ എന്റെ സാധനം കാണിച്ചിട്ടേ കണ്ടില്ലേ എന്റെ കാല് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ അമ്മയ്ക്ക്? ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? എന്റെ വാല് കണ്ടില്ലേ വാല്? ഉള്ളത് എന്ത് ഈ സാധനം കടിച്ചിട്ട് പൊട്ടണമില്ല, കടിച്ചിട്ട് കിട്ടണമില്ല. വെറുതെ അല്ല ഇവളെന്നെ പുറത്തേക്ക് വിട്ടത്. എടുക്കരുത്, ഇവളിത് എങ്ങോട്ടായി കൊണ്ടുപോണത്? ചാടിക്കടിച്ചാലോ? അടിച്ച് കെട്ടി മാറി നിന്ന് കുറച്ച് നേരം കളിക്കാം. ആരേലും വരുന്നുണ്ട്, ഇതേ ഒരു തള്ള വരുന്നുണ്ട്. അവരത് എടുത്തുകൊണ്ടോ ഈശ്വര. മെല്ലെ നോക്കാം. ഇല്ല എന്നാലും ഒന്നുകൂടെ നോക്കിയേക്കാം. കണ്ടോ ഗൈസ്, അവള് കളിക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ വടിയെടുത്ത് അടിക്കാനൊക്കെ വന്നു. എനിക്ക് സങ്കടമായി ഗൈസ്. എൻ്റെ അമ്മ എന്നെ ഒരിക്കലും അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പെണ്ണ് കണ്ടില്ലേ, ചിലപ്പോൾ അടിക്കും വേസ്. ഇവക്ക് ചില നേരത്ത് പ്രാന്ത കണ്ടിച്ച് ഒടിച്ചാലോ വടി. ഷടാ, വലിയ കഷ്ണം അവളെടുത്തായി പോയല്ലോ. ചെറിയ കഷ്ണം വെച്ച് ഞാൻ എങ്ങനെ പ്രതികാരം ചെയ്യും? ഇതങ്ങ് തിന്ന് പ്രതിഷേധങ്ങൾ അർപ്പിച്ചാലും അല്ല, വേണ്ട. ഹായ്, ഇടമ്മ വീട്. മറ്റേത് കടിച്ച ലൂണമുള്ള പല്ലൊക്കെ വേദനയാവുന്നു. ഇനി കുറച്ചു നേരം ചെരുപ്പ് കടിക്കട്ടെ പ്ലീസ് അമ്മേ, പ്ലീസ്. ഇവളുടെ ചെരുപ്പ് തന്നാലും ഇവളുടെ തള്ളയുടെ ചെരുപ്പുകൾ തരത്തില്ല. ഗൈസ്, മണപ്പിച്ച് ഇവളെന്നെ കൂട്ടിക്കയറ്റാൻ പോവാം. അപ്പോൾ ബൈ ഗൈസ്. ഇന്നത്തെ ലൂണമോളുടെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇവളെന്നെ ഈ പൊട്ടാത്ത എന്തൊക്കെയോ സാധനങ്ങളോ എനിക്ക് തരാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവള് പറഞ്ഞ ഞാൻ അനുസരിക്കും. ഓടാൻ പറഞ്ഞ ഓടും, ചാടാൻ പറഞ്ഞ ചാടും, കടിക്കാൻ പറഞ്ഞ കടിച്ചെന്നിട്ട് കൊടുക്കും. അപ്പോൾ ഊണമോള് പോട്ടെ, പിന്നെ വേറൊരു ദിവസം വരാം. ടാറ്റാ.